ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് സദ്യ പാലടയാണ് ഉണ്ടാക്കുന്നത്. നല്ല പിങ്ക് കളറിൽ നല്ല അസല് കല്യാണ പാലടയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാലട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പാല് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കറിയൊക്കെ വെക്കുന്ന കുക്കറാണെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കുക്കറിൻ്റെ മൂടിയും കുക്കറും നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പാക്കറ്റിലുള്ള 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം 1/2 ലിറ്റർ, ഈ ഒരു ഗ്ലാസ്സിൽ 1/2 ലിറ്റർ പാലാണ് കൊള്ളുക. അപ്പോൾ ആ ഒരു 1/2 ലിറ്റർ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. 1/4 മുതൽ 1/2 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഇത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. അതിന് ശേഷം സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിഡൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണ്ടാവണം കേട്ടോ. ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, പാലൊക്കെ ഒന്ന് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂർ നേരം പാല് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കുക്കറിൽ എയറൊക്കെ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ വിസിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. എനിക്ക് ഈ കുക്കറിൽ കണ്ടില്ലേ, ആ നോബ് ഒന്ന് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 1 മണിക്കൂർ നേരം നമുക്ക് കുക്കർ അനക്കാതെ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അട വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പാലട അത് വാങ്ങാനായിട്ട് നമുക്ക് കിട്ടും. അട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അരിയട മാത്രം വാങ്ങുക. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ മൈദയ്ക്കുള്ള അടകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഇനി ബാക്കി നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഉടനെ തന്നെ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടിയും, അതായത് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ആ ഒരു പശവശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. എൻ്റെ കുക്കറിന് വിസിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ചില വിസിൽ അടിക്കുന്നുണ്ടാവും, പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. വിസിലിൻ്റെ എണ്ണം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ നേരം നമ്മൾ പാല് കുറുക്കാനായിട്ട് വെക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഒഴിച്ച പാലേ അല്ല, നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല പിങ്ക് കളറായിട്ട് നമുക്ക് പാല് കിട്ടും. ഇനി നല്ലൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി തുടങ്ങാം. പാലടയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഇളക്കലാണ്. അപ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ പാട കെട്ടാതെ നമ്മുടെ പായസം നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പൊ തന്നെ പാട കെട്ടി തുടങ്ങി. അപ്പോൾ അത് ഇളക്കുമ്പോഴാണ് ആ പാട മാറിപ്പോവുള്ളൂ. നന്നായിട്ട് പാല് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി തുടങ്ങണം, അല്ലെങ്കിൽ നമ്മളുടെ അടയൊക്കെ കട്ട പിടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അട ഇട്ട ഉടനെ തന്നെ വീണ്ടും ഇളക്കി തുടങ്ങാം. ഇപ്പൊ പഞ്ചസാര ചേർക്കുന്നില്ല. ഒന്ന് നന്നായിട്ട് തിളച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അട ചിലപ്പോൾ കല്ലിച്ച് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതപ്പോൾ നമുക്ക് അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അപ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ തിള പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നന്നായിട്ട് പാലൊക്കെ കുറുകി കിട്ടിയിരിക്കുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തിളച്ച് പോവില്ല. അപ്പോൾ ആ ഒരു പേടി വേണ്ട. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ. ഇപ്പോൾ അതേ കണ്ടിൽ തിള പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അടയെടുത്ത അതേ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു അളവിൽ തന്നെ നമുക്ക് ചേർത്തതിന് ശേഷം പിന്നെ എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ.
വീണ്ടും ഇളക്കി തുടങ്ങുക. ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ പാട കെട്ടാതെ നമ്മുടെ പായസം നല്ല രീതിയിൽ കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ പാല് കുറുകി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. പക്ഷെ നമ്മൾ ഈ ഓൾറെഡി പാല് കുറുക്കിയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ വേഗം തന്നെ നമ്മുടെ പായസം റെഡി ആവും. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പായസം റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കി. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതിയാവും കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ നല്ല മധുരം ആയി വന്നോളും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നന്നായിട്ട് പാല് ഇരിക്കുന്ന സമയത്ത് കുറച്ച് മധുരം കുറവായിട്ടായാലും മതി. കാരണം കുറുകി വരുമ്പോൾ കറക്റ്റ് മധുരമായിട്ട് നമുക്ക് കിട്ടും. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പാട കെട്ടാതെ മാക്സിമം നോക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇളക്കൽ ഒന്ന് നിർത്തുമ്പോഴേക്കും കണ്ടില്ലേ പാട കെട്ടി തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇടവിട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ്. നമ്മുടെ പായസത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറികളിലൊക്കെ പഞ്ചസാര ഒരു നുള്ളു ചേർക്കുന്ന പോലെ പായസത്തിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. അതെന്തായാലും ചേർക്കേണ്ടതാണ് കേട്ടോ. എങ്കിലേ ആ മധുരമൊക്കെ മുന്നിലേക്ക് നിൽക്കാതെ അത് നല്ല ബാലൻസ്ഡ് ആയിട്ട് ആ മധുരമൊക്കെ നമുക്ക് പായസം നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇപ്പോഴത്തേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ അടയൊക്കെ മേലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് വരും. കണ്ടില്ലേ, നമ്മൾ ഈ കയ്യിൽ എടുക്കുമ്പോൾ കണ്ടില്ലേ അടയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടയൊക്കെ താഴേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിട്ടില്ല. ഇതേപോലെ നന്നായിട്ട് ഫ്ലോട്ട് ആയിട്ട് കിടക്കണം. എങ്കിലാണ് നമ്മുടെ പായസം കറക്റ്റായി എന്നുള്ളതിൻ്റെ സൂചന. ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലോട്ടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത വെണ്ണയാണ് ചേർക്കേണ്ടത്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ആ വെണ്ണയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പായസത്തിൽ ചേരുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. വേറെ ഒന്നും വേണ്ട, ഈ ഒരു ടീസ്പൂൺ വെണ്ണ ചേർത്താൽ മാത്രം മതി. കല്യാണ പാലരിയിൽ സാധാരണ നമ്മൾ വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്ത് ചേർക്കാറില്ല. പക്ഷെ ഇവിടെ ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒറിജിനൽ കല്യാണ പാലട ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതേ നമ്മളുടെ അടയൊക്കെ നല്ലതായിട്ട് ഫ്ലോട്ടായി കടൽ മേലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമില്ല. അപ്പോൾ നമ്മളുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വിഷുവിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പാലട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. Thank you.